ലോകത്തിലെ ആദ്യത്തെ ഡ്രൈവർ ഒരു സ്ത്രീ ആയിരുന്നു, അതും ഒരു ഒളിച്ചോട്ടത്തിലൂടെ. വെറുമൊരു ഡ്രൈവറല്ല, ഭർത്താവിൻ്റെ സ്വപ്നത്തെ ലോകത്തിനു മുന്നിൽ വിജയിപ്പിച്ച ധീരയായ ഒരു ഭാര്യ. കാൾ ബെൻസ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ആഡംബര കാറുകളാണ്. എന്നാൽ ആ കാറിന്റെ യഥാർത്ഥ കരുത്തു തെളിയിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ ബെർത്ത ബെൻസ് ആയിരുന്നു. വർഷം 1888. കാൾ ബെൻസ് ലോകത്തിലെ ആദ്യത്തെ പെട്രോൾ എഞ്ചിൻ കാർ ബെൻസ് പേറ്റന്റ് മോട്ടോർ വാഗൺ നിർമ്മിച്ചു. പക്ഷേ അതൊരു പരാജയമാകുമോ എന്ന് ഭയന്ന് പൊതുജനത്തിനു മുന്നിൽ അവതരിപ്പിക്കുവാൻ അദ്ദേഹം മടിച്ചു. ആളുകൾ അതിനെ പിശാചിന്റെ വണ്ടി എന്ന് കളിയാക്കി. തന്റെ ഭർത്താവിന്റെ കണ്ടുപിടുത്തം വർക്ക്ഷോപ്പിൽ പൊടി പിടിച്ച് നശിക്കുന്നത് കണ്ട് ബെർത്തയ്ക്ക് സഹിക്കാനായില്ല. ഒരു ദിവസം പുലർച്ചെ ഭർത്താവ് അറിയാതെ ബെർത്ത തന്റെ 15ഉം 14ഉം വയസ്സുള്ള മക്കളെയും കൂട്ടി ആ കുതിരയില്ലാത്ത വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് തള്ളി നീക്കി. ലക്ഷ്യം 106 കിലോമീറ്റർ ദൂരെയുള്ള സ്വന്തം അമ്മയുടെ വീട്. ഇതൊരു വെറും യാത്രയായിരുന്നില്ല. തന്റെ ഭർത്താവിന്റെ കണ്ടുപിടുത്തം പരാജയമല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു ദൗത്യമായിരുന്നു. ആ യാത്രയിൽ ബെർത്ത നേരിട്ട വെല്ലുവിളികൾ ഏതൊരു മെക്കാനിക്കിനെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. ഇന്ധനം തീർന്നപ്പോൾ ഫാർമസിയിൽ നിന്ന് സ്റ്റെയിൻ കളയാൻ ഉപയോഗിക്കുന്ന ലീഗ്രോയിൻ വാങ്ങി ഒഴിച്ച് യാത്ര തുടർന്നു. അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ പെട്രോൾ പമ്പ് ഒരു ഫാർമസിയായി. ഫ്യൂവൽ ലൈൻ ബ്ലോക്കായപ്പോൾ തന്റെ തൊപ്പിയിലെ പിൻ അഥവാ ഹാറ്റ് പിൻ ഉപയോഗിച്ച് അത് ക്ലിയർ ചെയ്തു. വയർ ഷോർട്ടായപ്പോൾ കാലിലിട്ടിരുന്ന ഗാർട്ടർ ഉപയോഗിച്ച് ഇൻസുലേറ്റ് ചെയ്തു. കയറ്റം കയറാൻ ശക്തി പോരാതെ വന്നപ്പോൾ മക്കളെ കൊണ്ട് പുറകിൽ നിന്ന് തള്ളിച്ചു. 12 മണിക്കൂർ നീണ്ട ആ യാത്രയ്ക്കു ശേഷം അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. ഈ യാത്ര ലോകത്തെ മാറ്റിമറിച്ചു. ബെൻസ് കാർ ഒരു കളിപ്പാട്ടമല്ല, വിശ്വസിക്കാവുന്ന ഒരു വാഹനമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു.